ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്തത്. ഞാൻ അല്പസമയത്തിനുള്ളിൽ എൻ്റെ വീട്ടിലെത്തും. അതിനുശേഷം തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഓൺ ആക്കുകയും നിങ്ങളോട് ഒരുമിച്ച് ദൈവദിനം നമുക്ക് പിന്നെയും പങ്കിടാൻ കർത്താവ് തരുന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ യാത്രയിലായതിനാൽ അല്പം കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഞാൻ അവസാനം അത് ക്ലിയർ ചെയ്തുകൊള്ളാം. ബോറിവല്ലി സഭയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ബന്ധമുള്ള ഒരു ചർച്ചാണ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ പലതവണ നിങ്ങളോടൊപ്പമായിരിക്കാൻ കടന്നു വരുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ വിശേഷിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എൻ്റെ സ്നേഹിതൻ ഡെന്നിയോടും സുജയോടുമുള്ള നന്ദി, ദൈവസഭയോടുള്ള നന്ദി, എല്ലാ എൽഡേഴ്സിനുമുള്ള നന്ദി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് വളരെ പരിചയമുള്ള ചില വേദഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. മറ്റ് ഇൻട്രൊഡക്ഷൻസിനൊന്നും ആവശ്യമില്ലാത്തതിനാൽ അടുത്ത 45-50 മിനിറ്റ് സമയം ദൈവദിനത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ ആരംഭ വാക്യങ്ങൾ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് തുടങ്ങുന്ന ആ വാക്യങ്ങൾ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാമോ? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കും. മുമ്പോട്ട് വായിച്ചാട്ടെ. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. നിലവുകളും ഹൃദയങ്ങളുമൊക്കെ കാക്കപ്പെടുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്താണ് നാം ആയിരിക്കുന്നത്. ഒത്തിരി പ്രതീക്ഷകൾ മനുഷ്യന്റെ അസ്ഥാനത്തായി പോയി. നാം പ്രതീക്ഷിച്ചതുപോലെ നമ്മൾ നന്നായിട്ട് ചിന്തിച്ചു തുടങ്ങിയെങ്കിലും ഈ വർഷം നമുക്ക് ഒത്തിരി ആശാഭംഗങ്ങൾ തന്നൊരു വർഷമാണ്. ഒത്തിരി പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും നേരിട്ടു. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒത്തിരി വിചാരപ്പെടുകയും ഒത്തിരി പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാക്യത്തിന് നമുക്ക് ഈ വർഷത്തിന്റെ അവസാനത്തിൽ നമുക്ക് വളരെ മീനിങ് ഈ ഒരു വാക്യത്തിൽ നിന്നും നമ്മളോട് കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കടന്നു പോകുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായി ഒത്തിരി വേദനയിലൂടെ അപ്പോസ്തലനായ പൗലോസ് കടന്നു പോവുകയാണ്. ഫിലിപ്പി ലേഖനം ഒരു കാരാഗ്രഹ ലേഖനമാണ്. പക്ഷേ അവിടെയും പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ്. എങ്ങനെയാണ് ഹൃദയങ്ങളെയും നിലവുകളെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക്, ഒരു ദൈവ പൈതലിന് അവന്റെ ഹൃദയങ്ങളെയും നിലവുകളെയും എങ്ങനെ കാക്കാൻ പറ്റും? അതാണ് പൗലോസ് ആ വാക്യങ്ങളിലൂടെ നമ്മോട് പറയുന്നത്. അതാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് രാത്രിയിൽ ഞാൻ തിരിക്കുവാനും ആഗ്രഹിക്കുന്ന കാര്യം. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും സൂക്ഷിക്കാൻ പറ്റുന്നത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പത്രോസ് നമ്മോട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാത്രിയിൽ തുടർന്നുള്ള അല്പസമയം ആ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് നിർത്തിയിട്ട് ഞാൻ ഒന്നുകൂടെ ജോയിൻ ചെയ്യാം. ഒരു മിനിറ്റ്.
എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ സൂക്ഷിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് നമുക്ക് ഇതിനെ സൂക്ഷിക്കാൻ, പിടിച്ചു നിർത്താൻ പറ്റുന്നത്? രണ്ട് കാര്യങ്ങൾ പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ വാക്യത്തിൽ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്നൊരു പദം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്നതാണ് മലയാളത്തിലെങ്കിലും ഇംഗ്ലീഷിൽ ദ ലോർഡ് ഈസ് അറ്റ് ഹാൻഡ്, കർത്താവ് അടുത്തിരിക്കുന്നു. പ്രഭു നിക്കട്ട് ഹെ, ഹിന്ദിയിൽ അങ്ങനെയാണല്ലോ, പ്രഭു നിക്കട്ട് ഹെ, കർത്താവ് അടുത്തിരിക്കുന്നു. കർത്താവ് അടുത്തിരിക്കുന്നു എന്ന ആ ചിന്ത, ദ ലോർഡ് ഈസ് നിയർ അറ്റ് ഹാൻഡ്, കർത്താവ് അടുത്തിരിക്കുന്നു. ഈ ഒരു ചിന്ത ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എത്ര ആഴത്തിൽ അവന് മനസ്സിലാക്കാനും അവന് പഠിക്കാനും പറ്റുമോ അത്രയും ശ്രേഷ്ഠമായിരിക്കും അവന്റെ ക്രിസ്തീയ ജീവിതം. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും അതിലേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവ് അടുത്തിരിക്കുന്നു, ദ ലോർഡ് ഈസ് അറ്റ് ഹാൻഡ്. ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി പ്രയാസങ്ങളൊക്കെ നമ്മൾ നേരിടുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മധ്യത്തിൽ മനസ്സിനെ, ഹൃദയത്തെ പിടിച്ചു നിർത്തുവാൻ, നിലവുകളെയും ഹൃദയങ്ങളെയും പിടിച്ചു നിർത്തുവാൻ ഒരു വിശുദ്ധന് സാധിക്കുന്നത് അവന്റെ ഉള്ളിൽ ദ നിയർനെസ് ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിന്റെ അടുത്ത സാന്നിധ്യം, തൊട്ടടുത്ത സാന്നിധ്യം. യേശു എത്ര അടുത്ത്, ക്രിസ്തുവിന്റെ സാന്നിധ്യം അവൻ എത്ര, അവൻ യേശുവായിട്ട് എത്ര അടുത്തിരിക്കുന്നു. അതാണ് നിലവുകളെ നിയന്ത്രിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. യേശു എൻ്റെ തൊട്ടടുത്തുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്. ഞാൻ വിചാരിച്ചതുപോലെയല്ല ഈ ഒരു വർഷം മുമ്പോട്ട് പോയത്. എൻ്റെ പല പദ്ധതികളും അസ്ഥാനത്തായിപ്പോയി, പല പ്രതീക്ഷകളും താളടിയായിപ്പോയി. ഞാൻ ചിന്തിച്ചതിൽ നിന്ന് വിരുദ്ധമായി പല കാര്യങ്ങളും പോയി. പലതും താമസിച്ചു, പലതും നടപടി ഉണ്ടായില്ല, പല പദ്ധതികളും പൊളിയുന്നു എന്ന് പോലും തോന്നുന്നു. കൂടിവരവുകൾക്ക് അവസരങ്ങളില്ലാതെയായി. പക്ഷെ ഇതിന്റെ എല്ലാം മധ്യത്തിൽ ഹൃദയത്തിനകത്ത് ഒരു വിശുദ്ധൻ ആഴത്തിൽ വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് അടുത്തുണ്ട്, ദ ലോർഡ് ഈസ് അറ്റ് ഹാൻഡ്. കർത്താവ് അടുത്തുണ്ട്. യേശു എൻ്റെ തൊട്ടടുത്തുണ്ട്. എൻ്റെ തൊട്ടടുത്ത് എൻ്റെ പ്രശ്നമല്ല, എൻ്റെ തൊട്ടടുത്ത് എൻ്റെ പ്രതീക്ഷയാണ്. എൻ്റെ തൊട്ടടുത്ത് എൻ്റെ കർത്താവാണ്. കർത്താവ് എൻ്റെ അടുത്തുണ്ട്. ദ ലോർഡ് ഈസ് അറ്റ് ഹാൻഡ്. പൗലോസ് പറയുന്നത് ഈ തിര പോലെ വരുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ, കൈവിട്ടു പോകുന്ന കാര്യങ്ങളുടെ മധ്യത്തിൽ, ജയിലിലാണ് കിടക്കുന്നത്. ജയിലിൽ കിടക്കുമ്പോൾ പറയുകയാണ്, എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുള്ളൂ, സന്തോഷിപ്പീൻ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം, സന്തോഷിച്ചു കൊള്ളുവീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. തന്നെ ആശ്വസിപ്പിക്കുവാനും തന്നോട് ചേർന്ന് സഹതപിക്കുവാനും ഒക്കെ വന്ന ആൾക്കാരോട് പറയുന്നത്, എനിക്ക് പറയാൻ ഒരു കാര്യമുള്ളൂ, സന്തോഷിപ്പീൻ. എങ്ങനെയാണ് പൗലോസെ നിനക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്നത്? എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നതിന് ഒരൊറ്റ കാര്യം, കർത്താവ് എൻ്റെ അടുത്തുണ്ട്. ദ ലോർഡ് ഈസ് അറ്റ് ഹാൻഡ്. കർത്താവ് എൻ്റെ അടുത്തുണ്ട്. കർത്താവ് എൻ്റെ അടുത്തുണ്ടെന്ന് നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം നടക്കും. കർത്താവ് അടുത്തുണ്ടെന്ന് നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം സംഭവിക്കും. ഒന്ന്, കർത്താവിൻ്റെ സാന്നിധ്യം നമുക്കൊരു ഭയം തരും. കർത്താവിൻ്റെ സാന്നിധ്യം ഒരു ഭയം നമുക്ക് തരും. രണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യം ഒരു വലിയ ഉറപ്പ് തരും. ഇത് രണ്ടും ഒരുപോലെ നടക്കുന്നതാണ്. കർത്താവിൻ്റെ സാന്നിധ്യം
ഞാൻ എത്ര ശക്തമായി മനസ്സിലാക്കുന്നോ അത്രയും ശക്തിയോടെ ഒരു ഭയം എൻ്റെ അകത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. കർത്താവ് അടുത്തുണ്ട്. ലോർഡ് ഈസ് അറ്റ് ഹാൻഡ്. കർത്താവ് അടുത്തുണ്ട്. കർത്താവ് എൻ്റെ തൊട്ടടുത്തുണ്ട്. ഇത് ഒരു തരത്തിലൊരു ഭയം എൻ്റെ അകത്തോട്ട് തരുന്നതാണ്. ഞാൻ ഭയപ്പെടേണ്ടതുണ്ട്. കർത്താവ് എൻ്റെ അടുത്തുള്ളതിനാൽ ഞാൻ ഭയപ്പെടണം. കാര്യം എൻ്റെ അടുത്തിരിക്കുന്ന കർത്താവാ. ഞാൻ ആ കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ, എൻ്റെ മനസ്സിലൂടെ പല ചിന്തകളെ കയറ്റിവിടുമ്പോൾ വേറെ മാർഗമില്ല. തകരുന്നു പോകുന്നു, പ്രതീക്ഷകൾ അസ്ഥാനത്താകുന്നു. കർത്താവില്ലാത്ത ഒരു മനുഷ്യൻ ഈ സമയത്ത് ചിലപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യണമെന്നോ, ഈ സമയത്ത് അവൻ കള്ളു കുടിക്കാനോ, ഈ സമയത്ത് അവൻ മറ്റു തരത്തിലുള്ള മാർഗങ്ങളിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് അടുത്തുണ്ട് എന്നൊരു ബോധ്യമുള്ളവൻ അവൻ്റെ ശരീരത്തിന്റെ പ്രകൃതിയെ മാത്രമല്ല, അവന്റെ മനസ്സിനെ മനസ്സിനോട് പറഞ്ഞു കൊടുക്കണം. മനസ്സെ, നീ അതും ഇതൊന്നും ചിന്തിക്കണ്ട. മനസ്സെ, നീ വ്യാകുലപ്പെടണ്ട. കർത്താവ് അടുത്തുണ്ട്. കർത്താവാണ് അടുത്തുള്ളത്. അതുകൊണ്ട് ഭയപ്പെടണം. കർത്താവ് ഉള്ളപ്പോൾ നിനക്കത് ചിന്തിക്കാൻ പാടില്ല. നീ അത് ചിന്തിക്കാൻ പാടില്ല. കർത്താവ് അടുത്തുണ്ട്. രണ്ടാമത്തെ കാര്യം, കർത്താവാണ് അടുത്തുള്ളത്. എൻ്റെ അടുത്ത് ഈ ലോകത്തിലെ ധനികനായ വ്യക്തിയാണ് ഉള്ളതെങ്കിൽ, എൻ്റെ അടുത്ത് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയാണ് ഉള്ളതെങ്കിൽ, ഞാൻ ഒരിക്കലും 10,000 രൂപ വരുമ്പോൾ അല്ലെങ്കിൽ 1,00,000 രൂപയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ അടുത്ത് ധനികനുണ്ടല്ലോ. എൻ്റെ അടുത്ത് ആരിയ്ക്കുന്നു? എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിയെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ലോർഡ് ഈസ് അറ്റ് ഹാൻഡ്. കർത്താവ് അടുത്തുണ്ട്. ഇത് ആഴത്തിൽ അകത്തേക്ക് നമ്മൾ ശരീരത്തിന്റെ അകത്ത് മാത്രമല്ല, മനസ്സിന്റെ അകത്ത് ഇത് എഴുതുവാൻ പറ്റണം. കർത്താവ് അടുത്തിരിക്കുന്നു. എൻ്റെ അടുത്ത് കർത്താവുണ്ട്. ഇത് നമ്മുടെ അകത്ത് നമുക്ക് എഴുതി വെക്കുവാൻ സാധിക്കണം. ഇത് എഴുതി വെക്കാൻ സാധിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമാകും. കർത്താവ് അടുത്തുണ്ടെങ്കിൽ ആ വാക്യം പറയുന്നത്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് അടുത്തിരിക്കുന്നു. കർത്താവ് അടുത്തുണ്ടെങ്കിൽ പിന്നെ കർത്താവിന്റെ സ്വഭാവം നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെയുള്ള കർത്താവിന്റെ സ്വഭാവം സൗമ്യമായ സ്വഭാവമാണ്. കർത്താവ് അടുത്തുണ്ടെങ്കിൽ കർത്താവിന്റെ സ്വഭാവം അടുത്തിരിക്കും. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെയുണ്ട്. അവിടെ പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ മനുഷ്യനെ അറിയിക്കേണ്ട. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. വേണ്ടിയ കാര്യം, നിങ്ങളുടെ ഓരോ നീഡ്സും, നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടെന്ന് പറഞ്ഞാൽ ദൈവം മാത്രമാണ് അത് അറിയേണ്ടത്. നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം സഭയിൽ പറയേണ്ടതല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, ഇന്നയാളും സഹായിക്കുമായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നത്, അത് ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ നിങ്ങളുടെ സൗമ്യത ദൈവത്തോട് അറിയിക്കുകയല്ല, മനുഷ്യനറിയുക എത്ര വേണ്ടത്. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. സകല മനുഷ്യരെ അറിയിക്കുവാൻ ഒരു വിശുദ്ധനുള്ളത് അവന്റെ സൗമ്യതയാണ്. ദൈവത്തെ അറിയിക്കേണ്ടത് അവന്റെ പ്രശ്നങ്ങളാണ്. ചിലപ്പോഴൊക്കെ ഈ ഇക്വേഷൻ മാറിപ്പോകുമ്പോഴാണ് നമുക്ക് വലിയ സങ്കടം ഉണ്ടാകുന്നത്. നമുക്ക് ചിലപ്പോൾ തോന്നും, നമ്മുടെ പ്രശ്നമൊക്കെ അവരറിഞ്ഞിട്ട് ഒന്നും ചെയ്തില്ല, അല്ലെ അവർക്ക് മനസ്സിലായി, അവരൊന്നും പറഞ്ഞില്ല. നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരാഗ്രഹം തോന്നും, എൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവരൊന്നും ചെയ്തില്ല. പക്ഷെ വചനം നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക. പക്ഷെ നിന്റെ ചിരി,
നിന്റെ പ്രസന്നത, നിന്റെ മുഖത്തെ ആ സന്തോഷം, അത് സൗമ്യത മനുഷ്യനറിയട്ടെ. ഇംഗ്ലീഷിൽ പറയുന്ന ലെറ്റ് ഇറ്റ് ബി നോൺ. അതറിയട്ടെ, അറിഞ്ഞുകൊള്ളട്ടെ, അതറിയാൻ വേണ്ടിയുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാര്യം എൻ്റെ മുഖത്തുള്ള എൻ്റെ ഭാവങ്ങൾ, എൻ്റെ പ്രകടനങ്ങൾ, മുഖത്തിന്റെ പ്രകടനങ്ങൾ, എൻ്റെ ഇമോഷണൽ ഔട്ട്ബേസ്റ്റുകൾ, ഇവയൊക്കെ ഞാൻ മനസ്സിലായിക്കോണം. ഇതൊക്കെ നോക്കുന്ന ഒരു തലമുറ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. എന്നെ പഠിക്കുന്ന ഒരു തലമുറ എൻ്റെ പുറകെ ഉണ്ട്. അവരിത് കാണുകയാണ്. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കാര്യങ്ങളെ നേരിടുന്ന രീതി, അത് ആദ്യം കാണുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാണ്, നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ പാർട്ട്ണറാണ്, നിങ്ങളുടെ സഭയിലെ പ്രിയപ്പെട്ടവരാണ്, നിങ്ങളുടെ കൂട്ടുവിശ്വാസികളാണ്, നിങ്ങളുടെ സൊസൈറ്റിയിലെ ആൾക്കാരാണ്. ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരുടെയും പ്രശ്നത്തെ നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റും. കർത്താവ് വിടുവിക്കും, ധൈര്യമായിട്ടിരുന്നു, ഒന്നും നോക്കണ്ട, കണ്ണടച്ച് പ്രാർത്ഥിച്ചു, ധൈര്യമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ഇതെല്ലാം പറഞ്ഞ വ്യക്തി അവന്റെ ഒരു ആവശ്യം വന്നപ്പോൾ അവൻ പതറി തകർന്ന് തരിപ്പണമായി പോകുന്ന കാണുമ്പോൾ നാം മനസ്സിലായിക്കോണം, നമ്മെ വാച്ച് ചെയ്യുന്ന ഒരു സൊസൈറ്റി, നമ്മെ വാച്ച് ചെയ്യുന്ന ഒരു തലമുറ പുറകെ ഉണ്ട്. അത് ആളുകൾ കാണാനായിട്ടുള്ളതാണ്. നിങ്ങളുടെ സൗമ്യത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്ലാസ്റ്റിക് ചിരിയല്ല. നിങ്ങളുടെ സൗമ്യത എന്ന് പറഞ്ഞാൽ നാം ഷേവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തൊരു പ്രസന്നതയുണ്ടല്ലോ, അതിന്റെ കാര്യമല്ല പറയുന്നത്. നിങ്ങളുടെ സൗമ്യത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്ലാസ്റ്റിക് സ്മൈൽ അല്ല. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സൗമ്യത എന്ന് പറയുന്നത് നിങ്ങൾ കാര്യങ്ങളെ നേരിടുന്ന രീതി, നിങ്ങൾ ഒരു കാര്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, നിങ്ങൾക്ക് എത്ര തന്മയത്വത്തോട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു ഡിപ്ലോമസിയോടുകൂടിയ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നതിനല്ല, കർത്താവിന്റെ സ്വഭാവത്തോടുകൂടെ നിങ്ങൾക്ക് അത് ഡീൽ ചെയ്യാനുള്ള കഴിവ്, അത് സകല മനുഷ്യരും അറിയാനുള്ളതാണ്. ലെറ്റ് ഇറ്റ് ബി നോൺ. കർത്താവ് അറിയട്ടെ, സകല മനുഷ്യരും അറിയട്ടെ. ഞാനൊരു കാര്യം പറയാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന കുടുംബമാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡെന്നിയുടെയും സുജയുടെയും കുടുംബം. അവരുടെ വീട്ടിൽ ഞാൻ ഒരാഴ്ച താമസിച്ചെന്ന് വിചാരിക്കുക. ഒരാഴ്ച താമസിച്ചിട്ടുമുണ്ട്, ഒരാഴ്ച താമസിക്കുന്നു. ഈ ഒരാഴ്ച താമസിക്കുമ്പോൾ അവർക്കുള്ള 2 മുറിക്കകത്ത് ഒരെണ്ണം പാസ്റ്റർക്ക് തരികയാണ്. അവരെന്നെ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? വളരെ എടുത്തടിച്ച് വർത്താനം പറയുന്ന ഡെന്നി ആ ആഴ്ചയിൽ സുജിയോട് വളരെ സമാധാനത്തോടു ആയിരിക്കും സംസാരിക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടെ. സുജ ഡെന്നിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അത് ചുമ്മാതെ കൊടുക്കത്തില്ല, ഒരു സോസറിനകത്ത് വെച്ചൊക്കെ ആയിരിക്കും ഗ്ലാസ് കൊടുക്കുന്നത്. അതൊക്കെ എല്ലാം പോളിഷ്ഡ് നീക്കങ്ങളാണ്. ആ വീട് അടിച്ച് വൃത്തിയായിട്ടിരിക്കും, എല്ലാ ബെഡ്ഷീറ്റും ക്ലിയർ ആയിരിക്കും, എല്ലാ കാര്യങ്ങളും ഭംഗിയായിരിക്കും, എല്ലാ അടുക്കും ചിട്ടയായിരിക്കും, എല്ലാ കാര്യങ്ങളും ഭംഗിയായിരിക്കും. ആരോൻ ഒരു വാക്കുപോലും ഒച്ച പറയത്തില്ല. വരാൻ ഒന്നാമത് ഒച്ച പറയത്തില്ല. അവൻ ഒരു വാക്കുപോലും ബഹളം വെക്കത്തില്ല. എത്ര ദേഷ്യം വന്നാലും വളരെ ശാന്തമായിട്ട് അടക്കം പറഞ്ഞേ കാര്യങ്ങൾ പറയത്തു. കാര്യം ഉള്ളിന്റെ ഉള്ളിൽ പറയും, സാർ അപ്പുറയുണ്ട്, മേനോൻ സാറുണ്ട്, എല്ലാവരും കേൾക്കും, ദേവദാസൻ അപ്പുറയുണ്ട്. ഞാൻ എന്നാ പറയുന്നറിയോ? ഒരാഴ്ച ജീവിക്കുന്ന, ഒരാഴ്ച നിങ്ങളുടെ വീട്ടിൽ വന്ന നൈനാൻ സാറിന്, ഈ ബലഹീനനായ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും സ്വാധീനിക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ എന്നാ വിശ്വസിക്കുന്നത്? എത്ര വർഷമായിട്ട് നമ്മൾ പെന്തക്കോസ്തുകാരാ? എത്ര വർഷമായിട്ട് നമ്മൾ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നവരാ? ഇതുവരെ എന്താണ് യേശുവിന്റെ സ്വഭാവം നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ രജിസ്റ്റർ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് യേശുവിന്റെ സൗമ്യത ഇതുവരെ നമ്മുടെ സൗമ്യത ആകാത്തത്? എന്തുകൊണ്ടാണ് പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സൗമ്യത കാണണം, നമ്മുടെ ദീർഘക്ഷമ കാണണം? നമ്മൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള വിശ്വാസമാണോ?
അതൊരു ബൗദ്ധികപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സാൽവേഷനോട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണോ? അതോ പ്രായോഗിക വിശ്വാസമാണോ? പ്രയോഗത്തിൽ യേശു എൻ്റെ അടുത്തുണ്ടെങ്കിൽ, യേശു എൻ്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, യേശു എൻ്റെ തലയ്ക്കകത്തുണ്ടെങ്കിൽ, യേശു എൻ്റെ ഭവനത്തിൽ രാജാവാണെങ്കിൽ, യേശു എൻ്റെ സഭയുടെ അധ്യക്ഷനാണെങ്കിൽ, യേശുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെങ്കിൽ, പിന്നെ എത്ര അനുഗ്രഹമായിരിക്കും കാര്യം. ഈ പട്ടണത്തിലെ ഏറ്റവും ദുഷ്ടനായ മനുഷ്യൻ, വിചാരിച്ചേ, ഈ പട്ടണത്തിലെ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ബോംബെ പട്ടണത്തിലെ ഏറ്റവും ദുഷ്ടനായ ഒരു വ്യക്തി ഒരാഴ്ച നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ അവനെ പോലെ ആയെങ്കിൽ പിന്നെ എന്താണ് സ്വാധീനം? ഒരാഴ്ചയ്ക്ക് ശേഷം അവന്റെ എന്തെങ്കിലും പ്രവൃത്തിയിൽ നിങ്ങളുടെ ഒരു രീതി അവൻ അഡോപ്റ്റ് ചെയ്തെങ്കിൽ അതിനെ സ്വാധീനം എന്ന് വിളിക്കാം, ഇൻഫ്ലുവൻസ് എന്ന് പറയാം. ലീഡർഷിപ്പ് ഈസ് ഇൻഫ്ലുവൻസ്. നേതൃത്വം എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഒന്നുമല്ല. നേതൃത്വം എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ആണ്, സ്വാധീനമാണ്. മറന്നു പോകരുതേ, നാം അറിഞ്ഞോ അറിയാതെയൊക്കെ ആരെയൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഡേ ബൈ ഡേ. ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് മനസ്സിലായിക്കോണം, ഞാനൊരു പ്രേരക ശക്തിയാണ്. ഞാൻ ആരെയൊക്കെയോ പ്രേരിപ്പിക്കുന്നുണ്ട്, ഒന്നുകിൽ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ, അല്ലെങ്കിൽ അധർമ്മം പ്രവർത്തിക്കുവാൻ. ഞാൻ ആരെയൊക്കെ എനിക്ക് സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ സ്വാധീനത്തിൽ എനിക്ക് പലതും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ശാന്തമായിട്ട് ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവിന്റെ സൗമ്യത സകല മനുഷ്യർക്കും അറിയാനുള്ളതാണ്. അതാദ്യം വീട്ടിലും, അതാദ്യം മക്കളും, പിന്നെ സഭാ കമ്മിറ്റിയും, പിന്നെ വേറെ വലിയ സഭയും, ദൈവമക്കൾ എല്ലാവരും അറിയണം. ഈ മനുഷ്യൻ സൗമ്യതയോടുകൂടി കാര്യം നിയന്ത്രിക്കുന്നതിന്റെ കാര്യം, ഇവൻ സത്യത്തിൽ കർത്താവ് അവനോട് അടുത്തിരിക്കുകയും അവൻ കർത്താവിനോട് അടുത്തിരിക്കുകയും ചെയ്യുന്നവനാണ്. The Lord is at hand. കർത്താവ് അടുത്തിരിക്കുന്നവനാണ് അവൻ. കർത്താവ് അടുത്തിരിക്കുന്നു. ഇന്ന് ക്രിസ്മസ് ആണല്ലോ. ഇന്ന് ക്രിസ്മസിന്റെ ആണല്ലോ ലോകമെമ്പാടും. നമ്മളിപ്പോൾ കേൾക്കുന്ന പടക്കമെല്ലാം നമ്മളോട് പറയുന്ന കാര്യം, The Lord is at hand. അവന്റെ പേര് ഇമ്മാനുവൽ എന്നാണ്. കർത്താവ് അടുത്ത്, ദൈവം നമ്മോട് കൂടെ. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതോ ഒരു അദൃശ്യ ശക്തിയായിട്ട് എങ്ങോ വാഴുന്ന, ദൂരെ എങ്ങോ ഇരിക്കുന്ന ഒരു പരാശക്തിയല്ലത്. നമ്മൾ വിശ്വസിക്കുന്നത് ഇമ്മാനുവലിനെയാണ്. കാലത്തിന്റെ തികവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ദാനം ചെയ്ത്, സ്വർഗം നമുക്ക് വേണ്ടി ദാനം ചെയ്ത് നിന്നോട് കൂടെ ഇരിക്കേണ്ടതിന്, അവൻ എന്നും നമ്മോട് കൂടി ഇരിക്കേണ്ടതിന് അവന്റെ പേര് ഇമ്മാനുവൽ എന്നാണ്. The Lord is with hand. Lord is with us. കർത്താവ് നമ്മോട് കൂടെ. അതാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തു നിന്റെ അടുത്ത്. ക്രിസ്തു എൻ്റെ അടുത്തുണ്ടെന്നുള്ള ബോധ്യം അകത്ത് വന്നു കഴിഞ്ഞാൽ ഹൃദയത്തെയും നിലവുകളെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്രിസ്തു അകത്തുണ്ടെങ്കിൽ, ക്രിസ്തു നിന്നോട് കൂടെ, കർത്താവ് നമ്മോട് കൂടെ. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ അതാണ്. രണ്ടാമത്തെ കാര്യം പൗലോസ് അവിടെ പഠിപ്പിക്കുന്നത്, ഒടുവിൽ സഹോദരന്മാരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സത്യമായതും എന്തൊക്കെ ചിന്തിക്കണം. രണ്ട് കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ വിചാരപ്പെടരുത്, അത് ആദ്യം പറയുന്നുണ്ട്. ആങ്ഷ്യസ് ആകണ്ട, ബട്ട് തിങ്ക് ഓൺ ദീസ് തിങ്സ്. ഈ കാര്യങ്ങൾ ചിന്തിച്ചുകൊള്ളുവിൻ, ഇതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. തിങ്ക് ഓൺ ദീസ് തിങ്സ്. ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. തിങ്ക് ഓൺ ദീസ് തിങ്സ്. ഇതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്താണോ ചിന്തിക്കേണ്ടത്? ചിന്തിക്കേണ്ടത് സത്യമായത്, ചിന്തിക്കേണ്ടത് ഘനമായത്, ചിന്തിക്കേണ്ടത് നീതിയായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമായത്, പുകഴ്ചയുള്ളത്, ഇവയൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. അപ്പൊ അതിന്റെ മറുവശം എന്താ? ഇവയൊക്കെയും ചിന്തിച്ചു കൊള്ളുകയാണ്. അതിന്റെ മറുവശം എന്താ? അതിന്റെ മറുവശം ഇവയല്ലാത്ത ഒന്നും ചിന്തിക്കേണ്ടത്. ഇവയൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ.
എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്തതിന്റെ ഓപ്പോസിറ്റ് അസത്യമാണെങ്കിലും ഗോസിപ്പാണെങ്കിലും രമ്യമായതും വഴക്കുണ്ടാക്കുന്നതും തമ്മിൽ വന്നു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ടത് രമ്യമായത്, സത്യമായത്, രമ്യമായത്, പുകഴ്ചയായത്, സൽഗുണമായത്, സൽകീർത്തിയായത്, ഇവ ചിന്തിക്കണം. സോഷ്യൽ മീഡിയ നമ്മളെ ഇതിന് സമ്മതിക്കത്തില്ല. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലുള്ളവരാണല്ലോ. ഞാനുമുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഞാൻ ആരെയും കുറ്റം പറയാനൊന്നും പോകാറില്ല. പക്ഷെ ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ്. അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് വളരെ ആവശ്യവും ഇന്നത്തെ കാലത്ത്, നല്ല കാര്യങ്ങളൊക്കെ. പക്ഷേ നാം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ രമ്യമായതല്ല, വഴക്കുണ്ടാക്കുന്നതാണ് പ്രധാനമായിട്ടുള്ളത്, സൽഗുണമല്ല. ഇന്നത്തെ പത്രത്തിൽ, കേരളത്തിലെ പത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് തോമസ് കൊട്ടൂരും സ്റ്റെഫിയും അല്ലെങ്കിൽ സ്വപ്ന സുരേഷും കോടികൾ കട്ടിട്ട് വാരിയവരും കട്ടവന്മാരും വെട്ടിയവന്മാരും കൊലപാതകം നടത്തിയവരും വ്യഭിചാരം ചെയ്തവരും ഇവരുടെയൊക്കെ കാര്യമാണ്. ഇതാണ് പത്രം മുഴുവൻ. ന്യൂസ് എന്ന് പറയുന്ന ഒരു പരിധി വരെ എനിക്ക് എല്ലാ പത്രക്കാരെയൊക്കെ എനിക്ക് താല്പര്യമാണെങ്കിലും ഒരു പരിധി വരെ ഒരു നെഗറ്റീവ് ഇതിനകത്തൂടെ ഒക്കെ വ്യാപിക്കുന്നതിനാൽ ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ, പിന്നെ നെഗറ്റീവ് ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, വേദനകൾ ഇവയൊക്കെയാണ് ഹൈലൈറ്റ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സമാധാനം, സന്തോഷം, രമ്യമായത്, സൽകീർത്തിയായത്, പുകഴ്ചയായത് ഇവയൊക്കെ ഇങ്ങ് നഷ്ടപ്പെട്ടു പോവുക. അപ്പൊ പൗലോസിന് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം ചിന്തിച്ചിരിക്കുകയാണ്. എൻ്റെ മനസ്സിന് ഞാനൊരു ഫ്രെയിം ഇട്ട് കൊടുത്തു, ഒരു വട്ടം വരച്ചു മനസ്സിന്. എന്നിട്ട് ഞാൻ മനസ്സിനോട് പറഞ്ഞു, മനസ്സെ, ഇത് മാത്രം ചിന്തിച്ചാൽ മതി, നീ ഇതൊക്കെ ചിന്തിക്കുക, ഇതൊക്കെ ചിന്തിക്കുക, ഇവയൊക്കെയും ചിന്തിച്ചു കൊള്ളുവേ എന്ന് പറഞ്ഞാൽ, നിനക്ക് പത്രപ്രവർത്തകർ ചിന്തിക്കട്ടെ, എഴുത്തുകാർ ചിന്തിക്കട്ടെ, ക്രിട്ടിക്സ് ആയിട്ടുള്ളവർ ചിന്തിക്കട്ടെ, ആ തുറയിലുള്ളവർ അതൊക്കെ ചിന്തിച്ചോളട്ടെ. നിനക്ക് ചിന്തിക്കാനായിട്ട് സത്യമായത്, ഘനമായത്. ഈ ആണ്ടറുതിയുടെ സമയത്തേക്ക് വരുമ്പോൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഞാനൊരു ദൂത് പറയാൻ ആഗ്രഹിക്കുക. നമ്മളൊരു ഫ്രെയിം വരച്ചിട്ട് ഇവയൊക്കെ ചിന്തിച്ചാൽ മതി എന്ന് ഈ വർഷം, അടുത്ത വർഷം തീരുമാനിക്കാമെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ മാറും. നമുക്ക് പലപ്പോഴും ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ചിന്തയാണ് സകലത്തിന്റെ ആധാരം. ഞാൻ എന്ത് ചിന്തിക്കുന്നോ അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നോ അതാണ് അധികം താമസിക്കാതെ എൻ്റെ ഹാബിറ്റായിട്ട് വരുന്നത്. എൻ്റെ പ്രകൃതമായിട്ട് വരുന്നതാണ് അധികം താമസിക്കാതെ എൻ്റെ സ്വഭാവമായിട്ടും ഞാനായിട്ടും തീരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചിന്തിക്കുന്നു അതാണ് ഞാൻ ചിന്തിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ചിലരൊക്കെ പറയും, ഓ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചതൊന്നുമല്ല, എന്ത് ചെയ്യാനാ സാറേ, പെട്ടെന്ന് അതുവഴി വന്നപ്പോൾ അങ്ങനെ അങ്ങ് തോന്നിപ്പോയി. അങ്ങനെയൊന്നുമല്ല, പെട്ടെന്ന് തോന്നിപ്പോയിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. എനിക്ക് മോഷ്ടിക്കണമെന്ന് ഒരാഗ്രഹമില്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഒരു പേഴ്സ് കണ്ടപ്പോൾ അങ്ങ് എടുത്തു. കള്ളു കുടിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ലായിരുന്നു, പെട്ടെന്ന് അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് പിടിവിട്ടുപോയി. അങ്ങനെയൊന്നുമല്ല. ഇത് മോഷ്ടിക്കാനും, ഇത് കക്കാനും, ഇത് കുടിക്കാനും, ഇത് അയോഗ്യമായിട്ട് ചെയ്യാൻ വേണ്ടി നീ അതിലെ കുറെ നാളായിട്ട് വട്ടം വെച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് വട്ടം കൂട്ടിയാണ് പലയിടത്ത് കാര്യങ്ങൾ. പിന്നെ പെട്ടുപോകുമ്പോൾ നമ്മൾ പറയും, പെട്ടെന്നുള്ള ഒരു തീരുമാനം, പെട്ടെന്ന് അങ്ങ് ഒന്നും ചിന്തിക്കാതെ എടുത്തിയാടി. ഒന്നും ചിന്തിക്കാതെ അല്ല, പല പ്രാവശ്യം ചിന്തിച്ചു, പക്ഷെ എടുത്തിയാടി ആപത്തുമായിപ്പോയി. ഇത്രയേ ഉള്ളൂ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചിന്തിക്കാത്തത് പെട്ടെന്ന് ഒന്നും അറിയാൻ മേലാത്ത ഒന്നുമല്ല. നാം പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് നീ? ഞാൻ ആരാണ്? ഞാൻ ഒരു പക്ഷേ നാളെ യങ്സ്റ്റേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ പറയണമെന്നുണ്ട് എനിക്ക്.
ആരാണ്? ഞാൻ ആരാണ്? ഞാൻ ആരാണെന്നുള്ളതിന് ഒരു പ്രവാചകം നിങ്ങളുടെ തലയിലോട്ട് കൈവച്ചിട്ട് ബ്രദറെ ഒന്ന് പറഞ്ഞേ ഞാൻ ആരാണെന്ന് എന്നൊന്നും ചോദിക്കണ്ട. നിനക്ക് സമയമുള്ളപ്പോൾ, നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ, നിനക്ക് പൈസ ഉള്ളപ്പോൾ, നിനക്ക് സ്വാതന്ത്ര്യമുള്ളപ്പോൾ, നിനക്കെല്ലാം ചെയ്യാൻ ശക്തിയും സ്വാതന്ത്ര്യവും ആരും നിന്നെ പിടിച്ചു കെട്ടാനിരിക്കാതിരിക്കുമ്പോൾ നിന്റെ തലയ്ക്കകത്തോടെ എന്നൊക്കെ പോകുന്നു, അതാണ് നീ. അതല്ലാതെ വേറെ ഒന്നുമല്ല. നീ ആരാണ്? നീ ആരാണെന്ന് എന്നൊക്കെ വെച്ചാലും, എന്തൊക്കെ വെച്ച് കെട്ടി എന്നൊക്കെ മുഖത്തൂടെ നമ്മൾ ആണെന്ന് തോന്നിപ്പിക്കാൻ നോക്കിയാലും നൈനാൻ ആരാ? നൈനാൻ ആരാണെന്ന് നൈനാൻ വളരെ ബോധമുണ്ടാകണം. കാര്യം, ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ, പൈസ ഉള്ളപ്പോൾ, ബലമുള്ളപ്പോൾ, ചോദ്യം ചെയ്യാൻ ആളില്ലാതിരിക്കുമ്പോൾ നൈനാൻ തല കൊണ്ട് എന്ത് ചിന്തിക്കുമെന്നോ അതാണ് നൈനാൻ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, ചിന്തിക്ക് സത്യമായിട്ടുള്ളത്, ഘനമായിട്ടുള്ളത് ചിന്തിക്ക്, നീതിയായതുള്ളത് ചിന്തിക്ക്, രമ്യമുള്ളത്. പ്രശ്നമുണ്ടായാൽ എങ്ങനെയെങ്കിലും അത് 5 പേര് അറിയാൻ നോക്കിയല്ല, പ്രശ്നമുണ്ടായാൽ പരിഹരിക്കാനുള്ളത്, രമ്യമായത്, എവിടെ അമിക്കബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കും. 2 കാര്യം അവിടെ ഉണ്ട് കേട്ടോ. ഒന്ന്, അവിടെ പറയുന്നത് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. അത് ആദ്യത്തെ പാരഗ്രാഫിലാണ്. രണ്ടാമത് പറയുന്ന കാര്യം, ഒന്ന്, ഗോഡ് ഓഫ് പീസ് ആൻഡ് പീസ് ഓഫ് ഗോഡ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമുണ്ട്. എന്നാൽ സമാധാനത്തിന്റെ ദൈവം, ഒന്ന് ദൈവം തരുന്ന സമാധാനവും, അത് ആദ്യത്തെ സ്റ്റേജാണ്. നാം അതിനോട് ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ ദൈവം ഒരു സമാധാനം തരും എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ സമാധാനം കാക്കുമെന്ന് പറയുന്നത് ഒരു ട്രാൻസ്ലേഷനിൽ അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഇതാണ്: മത്സരം ഒരു റഫറി കൺട്രോൾ ചെയ്യുന്നത് പോലെ എപ്പോഴും ഈ ജീവിതത്തിൽ ദൈവത്തിന്റെ സമാധാനം ഫൗൾ നടക്കുമ്പോഴൊക്കെ വിസിൽ മുഴക്കും. അതാണ് ഒരു ദേവദാസൻ അതിനെപ്പറ്റി കമന്ററി പറഞ്ഞത്, വ്യാഖ്യാനം പറഞ്ഞത്. എപ്പോഴൊക്കെ തെറ്റുപറ്റുമോ അപ്പോഴൊക്കെ വിസിൽ മുഴക്കുന്ന ഒരു റഫറി, അതാണ് സമാധാനം. ദൈവസമാധാനം കാക്കുമെന്ന് പറഞ്ഞാൽ, ഗാർഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഹൃദയത്തെ നിലവുകളിലും ഒക്കെ ദൈവത്തിന്റെ സമാധാനത്തിന്റെ ആ വിസിലടി. യു ആർ റോങ്, യു ആർ റോങ്, യു ആർ അബൌട്ട് ടു നീ ഏകദേശം തെറ്റിലോട്ട് വരികയാണ്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞുള്ള മഞ്ഞ കാർഡും, തെറ്റുപറ്റി എന്ന് പറയുന്ന റെഡ് കാർഡും, വാണിംഗ് നടത്തുന്ന വാണിങ്ങും, ഇവയൊക്കെ ഒരു റഫറി കളികാക്കുകയാണ്. അത് ഒരു സമയം വരെ നമ്മൾ കേൾക്കും. അത് കേട്ടുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ, അത് കേൾക്കാൻ നമ്മൾ കാത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവസമാധാനം അങ്ങ് വിഡ്രോ ചെയ്യും. ദൈവത്തിന്റെ സമാധാനം അങ്ങ് നഷ്ടപ്പെടും. പിന്നെ ദൈവത്തോട് സമാധാനമില്ലാതെ വരുന്നു. എന്നാൽ കാക്കാൻ തയ്യാറാണെങ്കിൽ, നാം കേൾക്കാൻ തയ്യാറാണെങ്കിൽ, അവിടെ കുറച്ചുകൂടി അങ്ങോട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ സമാധാനമല്ല, ഗോഡ് ഓഫ് പീസ്, സമാധാനത്തിന്റെ ദൈവം, അവൻ ഇറങ്ങി വരികയാണ്. അവന്റെ പേര് ഇമ്മാനുവേൽ. അവൻ ഇറങ്ങി വരികയാണ്. ഈ ക്രിസ്മസിന്റെ സുദിനത്തിൽ ആണ്ടറിയുടെ വാതിക്കൽ എത്തിയിരിക്കുന്ന ദൈവവൈതലിനോട് എനിക്ക് പറയാനുള്ളത്, സഹോദരി സഹോദരന്മാരെ, മനസ്സിനെ ഏൽപ്പിച്ചു കൊടുക്കുക. മനസ്സിനോട് പറയുക, ഇവയൊക്കെയും ചിന്തിച്ചുകൊള്ളുക, സത്യമായത്, ഘനമായത്. ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കുക. ബാക്കിയുള്ളത് വേറെ ആരെങ്കിലും ചിന്തിക്കട്ടെ. നിനക്ക് ഇനിയുള്ള സമയം ചിന്തിക്കുവാൻ, നിന്റെ ആയുസിന്റെ ഒരു നല്ല ശതമാനം ചിന്തിച്ച് നീ വെറുതെ കളഞ്ഞു. ഇനിയുള്ളത് സത്യമായത്, അപവാദങ്ങളല്ല, ദുഷ്ടതകളല്ല, ഒരാളെ പറ്റി പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല. അവയൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ല എന്നല്ല. വെറുതെ നമ്മളെ കണ്ണടച്ച് അതൊന്നും ഇല്ലാതെയായി പോകത്തില്ല. പക്ഷെ എനിക്കതിന് സമയമില്ല. എനിക്ക് സമയമുള്ളത് നല്ലത് ചിന്തിക്കുക, സത്യമായത്, ഘനമായത്, നീതിയായത്, രമ്യമായത്, സൽഗുണമായത്, സഭയ്ക്ക് കീർത്തി വരുത്തുന്നത്, കൂട്ടു സഹോദരന്മാർക്ക് പ്രയോജനമുള്ളത്. വേറൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ, വേറൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ
അതിനെ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പരിഹരിച്ചു വിടുക. അവിടെ എവിടെയും പറയാതെ പറ്റുമെങ്കിൽ നീ നേരിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ദേവദാസനോട് പറയുക. അവിടെ കൊണ്ടൊക്കെ അതൊക്കെ നിർത്തുക. സത്യമായത്, ഘനമായത്, നീതിയായത്, രമ്യമായത്, ഇവയൊക്കെ ചിന്തിക്കുവാൻ മനസ്സിനോട് പറഞ്ഞു കൊടുക്കുക. അത് മനസ്സിനെ ട്രെയിൻ ചെയ്യുകയാണ്. ഒന്ന്, മനസ്സിനെ ട്രെയിൻ ചെയ്യുന്നു. ഓൾവേസ് എക്സ്പീരിയൻസ് ദ ഇന്റിമേറ്റ് ഡീപ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇന്റിമേറ്റ് പ്രസൻസ് ഓഫ് ജീസസ്. അതുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. യേശു ജീവിക്കുന്നു എന്ന് ചുമ്മാ പാടി നടക്കാതെ, യേശു എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ തൊട്ടടുത്ത് കറി കരിയുമ്പോഴും, അടുക്കള നിൽക്കുമ്പോഴും, ഒറ്റയ്ക്കാവുമ്പോഴും, വീണിട്ട് എഴുന്നേക്കാൻ വരാതെ വരുമ്പോഴും, കാലെ പ്ലാസ്റ്റർ കിടക്കുമ്പോഴും, അപ്പുറത്തും ഇപ്പുറത്തും പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഡിസ്ക് അകലുമ്പോൾ, കാലുകൾക്ക് വേദനയുള്ളപ്പോൾ, പല കാലങ്ങളും അസ്ഥാനത്തായി പോകുമ്പോൾ, മനസ്സിനോട് പറഞ്ഞു കൊടുക്കുക, കർത്താവിൻ്റെ അടുത്തുണ്ട്. രണ്ട്, മനസ്സിനോട് പറയാം, മനസ്സേ, ഇനിയുള്ള നാളുകളൊന്നും അതും ഇതും ചിന്തിക്കണ്ട, സത്യമായത് മാത്രം ചിന്തിക്കുക, ഘനമായത് മാത്രം ചിന്തിക്കുക. കർത്താവിന്റെ ദാസി സി എം വർഗീസിന്റെ ഭാര്യ മുമ്പ് അമ്മ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞല്ലോ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് ഇനി നമുക്ക് അതും ഇതൊന്നും ചിന്തിക്കാൻ നേരെയില്ല. സത്യമായത്, ഘനമായത്, നീതിയായത്, രമ്യമായിട്ടുള്ളത്, പുകഴ്ചയുള്ളത്. അടുത്ത വാക്യം അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, എന്നോട് കണ്ടും കേട്ടും ഉള്ളത്. അടുത്ത വാക്യം എങ്ങനെയാണ്? അവസാനത്തെ വാക്യം, കണ്ടും കേട്ടും ഉള്ളത്. ആരെങ്കിലും ഒന്ന് വായിക്കാമോ? എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. ഇംഗ്ലീഷിൽ പ്രാക്ടീസ് എന്നാണ് പറഞ്ഞത്. പ്രാക്ടീസ്. അപ്പം കണ്ടത്, കേട്ടത്, മനസ്സിലാക്കിയത്, ഇത് പ്രാക്ടീസ് ചെയ്യുക. 3 കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, മനസ്സിൽ വിശ്വസിക്കുക, യേശു അടുത്തുണ്ട്. 2, മനസ്സിനെ ഫ്രെയിം ചെയ്യുക, ഇനി ഞാൻ ഇത് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ, കണ്ടത്, കേട്ടത്, അറിഞ്ഞത്, മനസ്സിലാക്കിയത്, ഇത് പ്രാവർത്തികമാക്കുക. പ്രാക്ടീസ് ഓൺ ദീസ് തിങ്സ്. പ്രാക്ടീസ്. ഇത് പ്രാവർത്തികമാക്കുക. പ്രാവർത്തികമാക്കണമെങ്കിൽ കാണണം, കേൾക്കണം. കാണാത്തത്, കേൾക്കാത്തതൊന്നും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ തലമുറ, നമ്മുടെ പിന്നാലെ വരുന്ന ബോറിവല്ലി IPC, അത് ഇപ്പോൾ നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്ന ദൈവദാസനും അവിടെയുള്ള സീനിയർ ആയിട്ടുള്ള ആളുകളും ഒക്കെ, നമ്മളൊരു 25 years ഫ്രം നൗ, അല്ലെ 30 years ഫ്രം നൗ, നമ്മളാരും അവിടെ കാണത്തില്ല. പക്ഷെ ഒരു തലമുറ വരുന്നുണ്ട്. ആ തലമുറ ഇത് പ്രായോഗികമാക്കണമെങ്കിൽ അവർ ഇന്ന് കാണണം, ഇന്ന് കേൾക്കണം, ഇന്ന് അവർ മനസ്സിലാക്കണം. ഇന്ന് അവർ കാണണമെങ്കിൽ നമ്മൾ അവരെ കാണിക്കണം, അവരെ കേൾപ്പിക്കണം. അതിനാണ് സൺഡേ സ്കൂൾ, അതിനാണ് ദൈവവചന ഘോഷണം, അതിനാണ് ബൈബിൾ സ്റ്റഡികൾ, അതിനാണ് ബൈബിൾ ക്ലാസ്സുകൾ, അതിനാണ് ഒരു കുട്ടി മാത്രമേ ഉള്ളെങ്കിലും സൺഡേ സ്കൂൾ എടുക്കണം എന്ന് പറയുന്നത്. ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിലും സൺഡേ സ്കൂൾ ഉണ്ടാകട്ടെ. ഒരു തലമുറ കാണാനും കേൾക്കാനും പുറകാലെ വരാനുമുണ്ട്. അവർ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കട്ടെ. ഞാൻ ഈ രാത്രിയിൽ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു ലഘുചിന്തയാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പങ്കുവെക്കാൻ കർത്താവിന്റെ കൃപയിൽ ഞാൻ ആഗ്രഹിച്ച് നിങ്ങളോട് സംസാരിച്ചത്. വളരെ പ്രയാസങ്ങളുണ്ട് നമ്മുടെ 4 ചുറ്റും. നമ്മുടെ കൈവിട്ടൊക്കെ പോകുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷെ ഇതിന്റെ മധ്യത്തിലും ഹൃദയത്തെ പിടിച്ചു നിർത്താൻ, ഇവിടെ ഇരിക്കുമ്പോഴും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് പോലും അറിയത്തില്ല. എതിലേക്കാണ് മനസ്സ് കയറിപ്പോകുന്നത്, എതിലേക്കാണ് കാട് കയറിപ്പോകുന്നത്, നമുക്ക് പോലും അറിയത്തില്ല.
പക്ഷെ പൗലോസ് പറയുന്നത്, എന്റെ ചുറ്റും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി പ്രയാസങ്ങളുണ്ട്. പക്ഷേ എന്റെ ഹൃദയത്തെയും നിലവുകളെയും എനിക്ക് കാക്കാൻ പറ്റുന്ന കാര്യം, ഒന്ന്, എപ്പോഴും യേശു എൻ്റെ അടുത്തുണ്ടെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. യേശു എൻ്റെ തൊട്ടടുത്തുണ്ട്. രണ്ട്, എൻ്റെ മനസ്സിനെ ഞാൻ അടിമയാക്കുകയാണ്, അല്ലെങ്കിൽ പിടിച്ചു കെട്ടാൻ നോക്കിയാണ്. ഇതൊക്കെ മാത്രം ചിന്തിച്ചാൽ മതി. കാര്യം പത്രമാണെങ്കിലും വാർത്താ മീഡിയ ആണെങ്കിലും എല്ലായിടത്തും, സഭകളിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലായിടത്തും ഒത്തിരി പല കാര്യങ്ങളാണ് കേൾക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിനോട് പറയുകയാണ്, മനസ്സെ, ഇവയൊക്കെ ചിന്തിച്ചു കൊള്ളുക. മൂന്ന്, ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയാണ്. അതാണ് അടുത്ത തലമുറയോടുള്ള നമ്മുടെ സന്ദേശം. പ്രാക്ടീസ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഈ രാത്രിയിൽ നമ്മുടെ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഈ ക്രിസ്മസിന്റെ ഈ രാത്രിയിൽ ലോകമെമ്പാടും യേശു ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുകയും പാടുകയൊക്കെ ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ ആ ലിവിങ് പ്രസൻസ് ഒരു വൈബ്രന്റ് റിയാലിറ്റി ആയിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു അവസരം നമുക്കുണ്ടായതിനായിട്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കാം. ദൈവം അനുവദിക്കുന്ന വർഷം നാളെയും മറ്റന്നാളും പിന്നെയും കർത്താവിന്റെ വചനവുമായിട്ട് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.